1957 ഹൈദരാബാദിൽ നിന്നും ആ നാട്ടുകാർ ഫണ്ണി ഡോക്ടർ എന്ന് വിളിച്ചിരുന്ന ചന്ദ്രശേഖരൻ ഒരു കത്തെഴുതുന്നു. ചെന്നൈയിലെ ABM സ്റ്റുഡിയോയിലേക്ക്. എൻ്റെ ഒപ്പം പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ നല്ലതുപോലെ പാടും. നിങ്ങൾക്ക് അവളെ ഒന്ന് പരീക്ഷിച്ചൂടെ? കത്ത് കിട്ടിയ ABM സ്റ്റുഡിയോ അധികൃതർ മറുപടി എഴുതി, നിങ്ങൾ ഇവിടേക്ക് വരൂ, നമുക്ക് ആ പെൺകുട്ടിയുടെ പാട്ടൊന്ന് കേൾക്കാം. അങ്ങനെ തൻ്റെ 19-ാം വയസ്സിൽ ആ പെൺകുട്ടി സിനിമാക്കാരുടെ സ്വപ്നനഗരമായ ചെന്നൈയിലേക്ക് വണ്ടി കയറി. പിന്നീട് നടന്നത് ചരിത്രമാണ്. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ. കടവത്ത് തോണി അടുത്തപ്പോൾ പെണ്ണിന്റെ കവിള കേട്ടിരിക്കുന്ന പ്രേക്ഷകന് ഭാവത്തിന്റെ അനുഭവത്തിന്റെ അനുഭൂതി തലങ്ങൾ സൃഷ്ടിച്ച ആ സരസ്വതി നാദം, മാതളപ്പൂ പോലൊരു മാനസം. ആ അമ്മയുടെ നാദം നമ്മളെ ഏവരെയും മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. താരാട്ടായും പ്രണയമായും ദുഃഖമായും ആഘോഷമായും സ്വാന്തനമായും നമ്മളിപ്പോഴും ആ ശബ്ദമാധുര്യം കേൾക്കുന്നു. 6 പതിറ്റാണ്ട് ഈ ഭൂമിയിൽ ദേശത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് ഈ ലോകത്തെ സംഗീത സാന്ദ്രമാക്കിയ ആ ഗാന സരസ്വതിക്ക് കണ്ണീർ പ്രണാമം. മാലൂരിന്റെ കഥ പറച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ പല്ലവ എന്ന ചെറിയ ഗ്രാമത്തിൽ ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്ന സിസ്റ്റില രാമമൂർത്തിക്കും സത്യവതിക്കും 1938 ഏപ്രിൽ 23 ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവർ ആ കുഞ്ഞിന് ജാനകി എന്ന് പേരിട്ട് വിളിക്കുന്നു. കുഞ്ഞു ജാനകി ചെറുപ്പം മുതലേ ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ കേട്ടാണ് വളർന്നത്. കൊച്ചു ജാനകിയുടെ സംഗീതവാസന മനസ്സിലാക്കിയ അമ്മ അവളെ ചേച്ചിക്കൊപ്പം തൊട്ടടുത്തുള്ള നാദസ്വര വിദ്വാൻ പൈത്തി സ്വാമിയുടെ മുന്നിൽ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ എത്തിച്ചു. പൈത്തി സ്വാമി ആ കൊച്ചുകുട്ടിയോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. അവൾ ഗാനം ആലപിച്ചു കഴിഞ്ഞപ്പോൾ അവളെ അടുത്ത് വിളിച്ച് സ്വാമി പറഞ്ഞു, നിന്റെ ഉള്ളിൽ ജ്ഞാന സരസ്വതിയുണ്ട്, നിനക്ക് സരിഗമയൊന്നും പഠിക്കണ്ട, നിനക്ക് ഞാൻ കീർത്തനങ്ങൾ ചൊല്ലിത്തരാം. അങ്ങനെ അവൾ തൻ്റെ ഗുരുനാഥനിൽ നിന്നും കീർത്തനങ്ങൾ പഠിച്ചു തുടങ്ങി. പക്ഷെ ആ പഠനം അധികം നീണ്ടു നിന്നില്ല. 1 വർഷത്തിനുള്ളിൽ പൈത്തി സ്വാമി മരണമടഞ്ഞു. അതോടെ അവളുടെ സംഗീത പഠനം നിലച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ചാരിറ്റിയുടെ ഭാഗമായി കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ഗായക സംഘം രൂപീകരിക്കുന്നത്. അവരതിന് കീർത്തിമണ്ഡൽ എന്ന് പേരും നൽകി. അതിലെ പ്രധാന ഗായികയായി ജാനകിയെ വിളിച്ചു. അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ വിധി അവൾക്ക് വേണ്ടി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. പെട്ടെന്നായിരുന്നു അവളുടെ അമ്മയുടെ മരണം. കൊച്ചു ജാനകി അങ്ങനെ തനിച്ചായി. പിന്നീടുള്ള ജീവിതം ഹൈദരാബാദിലായിരുന്നു, ചേച്ചിക്കൊപ്പം. ഹൈദരാബാദിലും ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ പാടാൻ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ദേശീയ തലത്തിൽ ഒരു ഗാന മത്സരം സംഘടിപ്പിക്കുന്നു. അതിൽ പങ്കെടുത്ത ജാനകി ദേശീയ തലത്തിൽ 2ാം സ്ഥാനത്തെത്തുന്നു. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും അവൾ സമ്മാനവും ഏറ്റുവാങ്ങി. അങ്ങനെ ജാനകി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ആ ഇടയ്ക്കാണ് അവളെ തേടി ഒരാൾ എത്തുന്നത്. ഹൈദരാബാദിൽ ഫണ്ണി ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ചന്ദ്രശേഖരൻ. അയാൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ വേഷം മാറി വേദിയിലെത്തുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ ഇടവേളകളിൽ പാട്ട് പാടുവാനായി ജാനകിയെ അയാൾ ക്ഷണിച്ചു. അങ്ങനെ അയാൾ ഗാന്ധിയായി
നെഹ്റുവായി, സുഭാഷ് ചന്ദ്രബോസായി വേദികളിലെത്തുമ്പോൾ ആ ഇടവേളകളിൽ ജാനകി പാടിത്തുടങ്ങി. പ്രോഗ്രാമിന്റെ ഇടവേളകളിൽ ചന്ദ്രശേഖരന്റെ ഹൈദരാബാദിലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ജാനകി പോകുമായിരുന്നു. അവിടെ വച്ചാണ് ജാനകി രാമപ്രസാദിനെ പരിചയപ്പെടുന്നത്. ചന്ദ്രശേഖരന്റെ മകനാണ്. ജാനകിയുടെ പാട്ട് കേട്ട രാമപ്രസാദ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, ഈ കുട്ടി പ്രോഗ്രാമിന്റെ ഇടവേളകളിൽ പാടുവാനുള്ള കുട്ടിയല്ല, ഇവൾ ലോകമറിയേണ്ട ഗായികയായി തീരേണ്ട കുട്ടിയാണ്. അങ്ങനെ ചന്ദ്രശേഖരൻ ഉടൻ തന്നെ ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിലേക്ക് ഒരു കത്തെഴുതി. എൻ്റെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവൾ നല്ലതുപോലെ പാടും, അവളുടെ ഗാനം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കത്ത് കിട്ടിയ AVM സ്റ്റുഡിയോ അധികൃതർ ഉടൻ തന്നെ മറുപടി അയച്ചു, നിങ്ങൾ ചെന്നൈയിലേക്ക് വരൂ, ഇവിടെ ഓഡിഷൻ നടത്താം. അങ്ങനെ ആ 19 വയസ്സുകാരി പെൺകുട്ടി 1957 ചെന്നൈയിലേക്ക് വണ്ടി കയറി. അവിടെ ഓഡിഷനിൽ ലതാ മങ്കേഷ്കറുടെ ഗാനമായ മേരെ ദിൽ മേ പുക്കാരെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു. AVM സ്റ്റുഡിയോക്കാർ ഫ്ലാറ്റ്. അങ്ങനെ തൻ്റെ 19-ാം വയസ്സിൽ എസ് ജാനകി എന്ന നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജാനകിയമ്മ AVM സ്റ്റുഡിയോയിൽ ജോലിക്ക് പ്രവേശിച്ചു. ജോലിക്ക് പ്രവേശിച്ച ആ വർഷം തന്നെ തമിഴ് സിനിമയായ വിധീൻ വിളയാട്ട് എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടി. പക്ഷേ ആ ചിത്രം പുറത്തു വന്നില്ല. തുടർന്ന് 6 ഭാഷകളിൽ ആ അമ്മ പാടി. അതിൽ തെലുങ്കിൽ MLA എന്ന ചിത്രത്തിനു വേണ്ടി ഗണ്ടകശാല വെങ്കടേശ്വര റാവുമുത്ത് പാടിയ പാട്ട് ഹിറ്റായതോടുകൂടി ജാനകിയമ്മയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1959 ജാനകിയമ്മയുടെ വിവാഹം. അവർ രാമപ്രസാദിന്റെ സഖിയായി. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വിജയത്തിന് പിന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിന്ദി, സിംഗള, ബംഗാളി, മലയാളം, തുളു, ജപ്പാൻ, അറബിക് തുടങ്ങിയ 19ഓളം ഭാഷകളിൽ ആ അമ്മയുടെ സ്വരമാധുര്യം നമ്മൾ കേട്ടറിഞ്ഞു. ഏതാണ്ട് 45,000 ഗാനങ്ങൾ, അതിൽ 1200 ഗാനങ്ങൾ മലയാളത്തിന് വേണ്ടിയും ആ അമ്മ പാടി. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ചിത്രത്തിന് വേണ്ടി ഇരുൾ മൂടുകയോ എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ആ അമ്മ അരങ്ങേറ്റം കുറിച്ചത്. ഗായിക എന്ന നിലയിൽ മാത്രമല്ല, ഗാനരചയിതാവ്, സംഗീത സംവിധായിക എന്നീ നിലകളിലും ആ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്വരത്തിൽ പാടാൻ പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. മലയാളത്തിലെ താമര കുമ്പിളല്ലു മമ ഹൃദയം എന്ന ഗാനം കേട്ടാൽ മാത്രം മതി. മലയാളത്തിൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന ഗായികയായിരുന്നു ജാനകിയമ്മ. അതിൽ MS ബാബുരാജ്, ജാനകിയമ്മ കൂട്ടുകെട്ടിൽ പറഞ്ഞ എല്ലാ ഗാനങ്ങളും ഈ തലമുറയും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ ഏറ്റവും അധികം ആ ശബ്ദമാധുര്യം നമ്മൾ കേട്ടറിഞ്ഞത് ശ്യാമിന്റെ സംഗീതത്തിലൂടെയായിരുന്നു. B ദക്ഷിണാമൂർത്തി, MK അർജുനൻ, K രാഘവൻ, AT ഉമ്മർ, MB ശ്രീനിവാസൻ, രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങിയ മികച്ച പാട്ടുകളൊരുക്കിയത് ജാനകി അമ്മയിലൂടെയായിരുന്നു. മലയാളത്തിനായി ആ അമ്മ അവസാനമായി പാടിയത് 2017 പുറത്തിറങ്ങിയ 10 കൽപ്പന എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. 2013 രാജ്യം പത്മഭൂഷൺ നൽകി അവരെ ആദരിച്ചു. പക്ഷേ ജാനകിയമ്മ അത് നിരസിച്ചു. ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു അത്. അങ്ങനെയാണ് ജാനകിയമ്മ തന്റെ നിലപാട് അറിയിച്ചത്. 4 ദേശീയ പുരസ്കാരങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 30ഓളം സംസ്ഥാന പുരസ്കാരങ്ങളും ഈ സ്വരമാധുര്യത്തെ തേടി എത്തിയിട്ടുണ്ട്. 1996 ജാനകിയമ്മയുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു. അതോടെ സിനിമാ ലോകത്തു നിന്നും പതിയെ
ജാനകിയമ്മ ഒഴിഞ്ഞു നിന്നു. പിന്നീടുള്ള ജീവിതം മകനൊപ്പമായിരുന്നു. 2017 ഒക്ടോബർ 28 മൈസൂരിലെ മാനസ ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആയിരങ്ങളെ സാക്ഷി നിർത്തി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് ആ അമ്മ അവസാനിപ്പിച്ചു. തൻ്റെ വിശ്രമ ജീവിതം ഇപ്പോൾ പേരക്കുട്ടിക്കൊപ്പം കഴിഞ്ഞു വരവെയാണ് 2026 ജൂലൈ 11 ശനിയാഴ്ച മൈസൂരിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ പാട്ടിൻ്റെ ആ ശരീരം മണ്ണിലേക്ക് മറഞ്ഞാലും തലമുറകൾ പിന്നിട്ടാലും ഒരു പ്രണയഗാനമായി, ഒരു സാന്ത്വനഗാനമായി, ഒരു താരാട്ടുപാട്ടായി നമ്മുടെ ഇടയിലുണ്ടാവും.